ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതിയ ഒരടാറ് കല്യാണം 2 പാർട്ടുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. പലരും രണ്ടാമത്തെ പാർട്ടിൻ്റെ അവസാനം കമൻറ്റ് ചെയ്തിരുന്നു. കഥ പൂർണ്ണമാവാത്ത പോലെ തോന്നി, കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു കംപ്ലീറ്റ് ആയിരുന്നേനെ, ഒരു പാർട്ട് കൂടി എഴുതുമോ എന്നൊക്കെ കർണനോട് ചോദിച്ചിരുന്നു. കമൻറ്റ് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ കർണനോട് പറഞ്ഞു, കർണ ഒരു പാർട്ട് കൂടി എഴുതാൻ പറ്റുമോ? കർണൻ ആളിപ്പോൾ ദുബായിലാണ്, ഒരുപാട് തിരക്കുകളാണ്, ജോലി തിരക്കുകളാണ്. അതിനിടയിൽ നിന്നാണ് ആൾ കഥകളൊക്കെ എഴുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആൾ നിരസിച്ചില്ല. എന്തായാലും എഴുതിത്തരാമെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് ആൾ വെടിപ്പായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 പാർട്ടും കേൾക്കാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കേൾക്കുക. കഥയിലേക്ക്. ഒരടാറ് കല്യാണം, ശരിക്കും അവസാന ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ബസ് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി ബ്രേക്ക് ഇട്ടപ്പോൾ അനുഭവപ്പെട്ട മണം ടയർ കരിഞ്ഞതിൻ്റെ അല്ല, എൻ്റെ ഹൃദയം ഓവർ സ്പീഡിൽ മിടിച്ച് കംപ്ലൈൻ്റ് ആയതാണെന്ന് തോന്നുന്നു. സിനിമകളും ഇഴിച്ച് ചുറ്റും നോക്കുന്നുണ്ട്. സിനി ഇറങ്ങാം. എനിക്ക് പേടിയാവുന്ന ചേട്ടാ. പുല്ല്, ഞാൻ ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, ഇവളെന്നെ തളർത്താൻ നോക്കിയാണല്ലോ ഈശ്വര. ഏയ് പേടിക്കണ്ട, കൂടിപ്പോയ 2 തല്ലിട്ടു, അത്രയേ ഉള്ളൂ. ഞാൻ ആശ്വസിപ്പിച്ചു. പിന്നെ പുറത്തിറങ്ങി, കൂടെ സിനിമകളും. നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞു. ഇനി ഓട്ടോ തന്നെ ശരണം. ധനനഷ്ടവും മാനഹാനിയും വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വർഷം പറഞ്ഞിട്ടുള്ളതാ. ഒരച്ചായത്തി പെണ്ണിനെ കെട്ടേണ്ടിയും വന്നു. സാരമില്ല, വിധി. യാത്രാക്ഷീണവും ടെൻഷനും എല്ലാം കാരണം മുടിഞ്ഞ തലവേദന അനുഭവപ്പെട്ടു. അടുത്തുള്ള ഫാർമസിയിൽ ചെന്ന് ഗുളിക വാങ്ങി കഴിച്ചു. അതിനുശേഷം ഓട്ടോ സ്റ്റാൻഡിലെത്തി. ലോങ് ട്രിപ്പാണെന്നറിഞ്ഞ സന്തോഷത്തോടെ ഡ്രൈവർ ഓട്ടോ മുന്നോട്ടെടുത്തു. ദൂരയാത്ര കഴിഞ്ഞു വരുവാടോ മോനെ? അതേ ചേട്ടാ, ഹണിമൂൺ ആഘോഷിക്കാൻ കുളുമണാലിയിൽ പോയതാ. ഞാൻ പറഞ്ഞു തീർന്ന സിനിമകൾ എന്നെ നോക്കി കണ്ണൂരിട്ടി. അപ്പോഴാണ് എൻ്റെ മൊബൈൽ ശബ്ദിച്ച്. അമ്മയാണ്. എത്താറായോടാ? ആ വന്നുകൊണ്ടിരിക്കുക. ആ അച്ഛനോട് കാവല വരെ കാറെടുത്ത് വരാൻ പറയണോ? എന്തിന്? അവിടുന്ന് മുതൽ വീട് വരെ തല്ലാനാണോ? അതൊക്കെ ഒളിച്ചോടുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഈ ഒളിച്ചോട്ടം എന്ന് ഇടയ്ക്കിടെ ഓർപ്പിക്കല്ലേ അമ്മേ, നെഞ്ചിലൊരു കുത്തുപോലെ. ഓ, ഒളിച്ചോട്ടത്തിന് പിന്നെ തീർത്ഥയാത്ര എന്ന് പറയാൻ പറ്റുമോ? അമ്മ വെച്ചോ, ഞാൻ വന്നോളാം. ഞാൻ കോള് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞുള്ള കുത്തു കൊള്ളണല്ലോ മുത്തപ്പ. പെട്ടെന്നൊന്നും വീടത്തിൽ എന്നായിരുന്നു പ്രാർത്ഥനയെങ്കിലും രാത്രി റോഡുകൾ വിജനമായതിനാൽ ഓട്ടോ ചേട്ടൻ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ച് പെട്ടെന്ന് വീടിനുമ്പിൽ എത്തിച്ചു. മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്ന അച്ഛനെയും തിണ്ണയിലിരിക്കുന്ന ജോണിച്ചായനെയും കണ്ടപ്പോൾ 2 തുള്ളി മൂത്രം പോയോന്നൊരു സംശയം. ഏയ് അതെ, തിരിച്ചു പോകുമ്പോൾ ഈ നാട്ടിൽ നിന്ന് വല്ല ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ടോ മോനെ? ബാലൻസ് കാശ് എനിക്കെന്നോട് ഡ്രൈവർ ചോദിച്ചു. അല്ല, ഇത്രയും ദൂരം വെറുതെ പോകണ്ടല്ലോ എന്ന് എഴുതിയാ. ഇവിടുന്ന് തന്നെ ചാൻസ് ഉണ്ട്, പക്ഷെ ഓട്ടോ മതിയാവില്ല ഏട്ടാ, ആംബുലൻസ് വേണ്ടി വരും. ചേട്ടൻ പോയിക്കോ. ഞാൻ മുറ്റത്തേക്ക് നടന്നു. എൻ്റെ പുറകിൽ ഒളിച്ചുകൊണ്ട് സിനിമകളും. പാകിസ്ഥാൻ തീവ്രവാദിയെ കയ്യിൽ കിട്ടിയ പട്ടാളക്കാരൻ്റെ മുഖഭാവമാണ് അച്ഛനും ജോണിച്ചായനും. എൻ്റെ കാൽമുട്ടുകൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും കൂട്ടിയിടിക്കുന്നുണ്ട്. അകത്തേ കയറടാ, എന്നെ ഫർഗീസിന്റെ ശബ്ദത്തിൽ അച്ഛൻ. ഞാൻ അനുസരിച്ചു. സിനിമകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. നിന്നോടിനി പ്രത്യേകം പറയണോ? അച്ഛൻ മുരണ്ടതും മുയലോടുന്ന പോലെ അവൾ എന്നേക്കാൾ മുമ്പേ വീടിനുള്ളിൽ കയറി. ഹാളിലെ സോഫയിൽ സിസിലി ചേച്ചി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത അമ്മയും. ഞങ്ങളെ കണ്ടതും കരച്ചിലിന്റെ വോളിയം കൂടി. അച്ഛനും ജോണിച്ചായൻ അകത്തെത്തിയെന്ന് പുറകിൽ വാതിലടഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എന്നാൽ ഇങ്ങനെ ചെയ്തലോടി മുടിഞ്ഞവളെ നീ. സിസിലി ചേച്ചി മൂക്ക് പിഴിഞ്ഞ് നെറ്റിയിൽ തുടച്ചു. ചോദിക്കുന്ന എല്ലാം നിനക്ക് വാങ്ങി തന്നില്ലേ? നിന്റെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ? രാപ്പകലില്ലാതെ പട്ടിയെ പോലെ കഷ്ടപ്പെടുന്ന അപ്പനെ കുറിച്ച് നീ ഓർത്തോ? മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു മക്കളും ഗുണം പിടിക്കുന്ന ചരിത്രം ഇല്ലടി. സിനിമോൾ തലകുനിച്ച് നിൽക്കുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി. ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ സ്നേഹിച്ചവൻ ചതിച്ചതിന്റെ വേദനയുടെ കൂടെ ഇതുകൂടി ആകുമ്പോൾ അവൾ അനുഭവിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സിസിലി ചേച്ചി, സിനിമോളല്ല, ഞാനാ തെറ്റുകാരൻ. ഒരു കാര്യവുമില്ലാതെ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ചതാണ്. അച്ഛൻ ലുങ്കി മണക്കി കുത്തി കയ്യോയിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മ ഇരുന്നിടത്തുനിന്ന് ഒറ്റയോട്ടത്തിന് ഞങ്ങൾക്കിടയിൽ കയറി. വേണ്ട മോനേട്ടാ, നിങ്ങൾ തല്ലിയാവൻ ചത്തുപോകും. ഉരുളി കമിഴ്ത്തി ഉണ്ടായ കുഞ്ഞാ. ആ ഉരുളിയുടെ കാശ് നഷ്ടമായിടി, നീ മാറിക്ക്. ഇവൻ ഇന്ന് ഞാൻ കൊല്ലും. ഒളിപ്പിലാവും പറയുന്ന കിട്ടില്ലേ? എടാ, നിന്നെ പോലുള്ള തലതെറിച്ചമാരെ പെൺകുട്ടികളെ കണ്ണും കലാശവും കാട്ടി മയക്കിയെടുക്കും. ആ കുട്ടികളുടെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് നീയൊക്കെ ചിന്തിക്കില്ല. ഇന്ന് ഈ അപ്പനും അമ്മയും അനുഭവിക്കുന്ന വേദന അതൊന്നും നിനക്ക് മനസ്സിലാവില്ലടാ. അതിനൊരു കാലം വരും, അന്നേ നീയൊക്കെ പഠിക്കൂ. അച്ഛനും നിർത്തി. പിന്നെ സിനിമകളെ നോക്കി. ഇവനോ ഒരു മൊണ്ണ. നിനക്കെങ്കിലും ഇത്തിരി വകതിരിവുണ്ടോ മോളെ? ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഞങ്ങളോടല്ലേ പറയേണ്ടത്? നല്ലതും ചീത്തയോ അച്ഛനമ്മമാരെക്കാൾ നന്നായിട്ട് വേറെ ആർക്കും അറിയാൻ പറ്റുക? നിങ്ങളെങ്ങാനും ഒളിച്ചോടിയ കാര്യം നാട്ടുകാരറിഞ്ഞാൽ നിന്റെ മമ്മിക്കോ അപ്പനോ പുറത്തിറങ്ങി നടക്കാൻ കഴിയൂ? കണ്ണൂർ ജില്ല വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത ഈ കഴുതയുടെ കൂടെ എന്ത് വിശ്വസിച്ചാൽ നീ ഇറങ്ങി തിരിച്ച്? ചുക്കും ചുണ്ടാകുമ്പോൾ തിരിച്ചറിയാത്തൊരു മൊണ്ണ.
ബേക്കറി നോക്കി നടത്താനല്ല ഇവന് വേറൊരു പണിയറിയില്ല. ഇത്രയും പ്രായമായിട്ട് ഇവരുന്ന ഷെഡി പോലും ഇവന്റെ അമ്മയാ കഴിയുന്നേ. ഇങ്ങനെ ഒരു കോന്നല്ല വേറെ ആരും നിനക്ക് കിട്ടിയില്ലേ? അവിടെ കണ്ണുനീന്റെ സ്പീഡ് കൂടി. അച്ഛൻ ജോണിച്ചായനെ നോക്കി. നിനക്കൊന്നും പറയാനല്ലേ ജോണി? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം മോഹനാ? ജോണിച്ചായ സോഫയിലേക്ക് ഇരുന്നു. എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ അജി നിനക്ക്. വേറെ ആരെങ്കിലും ആണെങ്കിൽ തള്ളിക്കൊന്നേനെ ഞാൻ. നിന്നെ ഒരു മോനെ പോലെ സ്നേഹിച്ചു പോയില്ലേ? നീ കൊന്നോ ജോണി? ആ കുറ്റേറ്റെടുത്ത് ഞാൻ ജയിലിൽ പൊക്കോളാം. ഇവനൊക്കെ ഭൂമിയിൽ ബാക്കി വെച്ചുകൂടാ. അച്ഛൻ കട്ട കലിപ്പിലാണ്. ഒന്ന് നിർത്തുവോ? അമ്മ ഇടപെട്ടു. രണ്ടും നമ്മുടെ പിള്ളേരാ. ഒരു തെറ്റ് പറ്റി. അത് മനസ്സിലായപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലേ? ഇനിയുള്ള കാര്യം ആലോചിക്കേ. അമ്മ എന്നെ നേരെ തിരിഞ്ഞു. ഇവളെ മരിക്കുന്നവരെ ഒരു കുറവും വരുത്താൻ നോക്കാതിനെ കൊണ്ട് പറ്റുവാടാ? ഞാൻ പതിയെ തലയാട്ടി. വാ തുറന്ന് പറയടാ. അമ്മയുടെ ശബ്ദം ഉയർന്നു. പറ്റി. എന്ത്? അല്ല, പറ്റും. വഴക്കിടാ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുമോ? പറ്റി. അല്ല, അതും പറ്റും. നിനക്ക് ഇവളെ കെട്ടിച്ചെന്ന് തെറ്റായി പോയിന്ന് ഞങ്ങൾക്കോ ഇവിടെ മാതാപിതാക്കൾക്ക് ഒരിക്കലും പോലും തോന്നരുത്. ഏയ്, ഒരിക്കലും ഇല്ല. ഇവളല്ല വേറെ പെണ്ണി നിന്റെ ലൈഫിൽ ഉണ്ടാവരുത്. ഇപ്പോഴും ഇല്ലല്ലോ അമ്മേ. ഞാൻ ദയനീയമായി അമ്മയെ നോക്കി. ചോദിച്ചുള്ള മറുപടി മതി, ഇങ്ങോട്ട് ചോദ്യം വേണ്ട. അമ്മ പോലീസ് ഉദ്യോഗസ്ഥയായി. പറ, ഉണ്ടാവുമോ? ഉണ്ടാവും. അല്ല, ഇല്ല. സത്യം ചെയ്യേ. സത്യം. അമ്മ സിസിലി ചേച്ചിയുടെ അടുത്ത് നിന്നിരുന്നു. സിസിലി, ഈ വീട്ടിൽ സിനിമകൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. മക്കൾ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ അബദ്ധം ചെയ്തു പോയത്? അവരെ പിരിച്ചിട്ട് നമുക്ക് എന്താ ലാഭം? അത്യാവശ്യം വിവരക്കേടും കുരുത്തക്കേടും ഉണ്ടെങ്കിലും ഇവൻ തിരക്കേടാത്ത ഒരുത്തനല്ലേ. വലിക്കില്ല, കുടിക്കില്ല, ചീത്ത കൂട്ടുകെട്ടില്ല. അജിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല സാവിത്രി. സിസിലി വീണ്ടും മൂക്ക് പിഴിഞ്ഞ് നെറ്റിയിൽ തേച്ചു. അന്യമാത്തിൽപ്പെട്ട ഒരാളെ മകളുടെ ഭർത്താവാക്കിയ ഞങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയൂ. പള്ളിക്കാരും കുടുംബക്കാരും എല്ലാവരും ഒറ്റപ്പെടുത്തും. അലി പിന്നെ അജി ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം. എൻ്റെ മുത്തപ്പ, ഞാൻ നെഞ്ചിൽ കൈവച്ചു. കാര്യം ഈശോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ക്രിസ്മസിന് കിട്ടുന്ന പ്ലം കേക്കും കരോൾ വരുന്ന സാന്താക്ലോസ് അപ്പൂപ്പനെ ഇഷ്ടമാണ്. ചർച്ചിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ അങ്ങോട്ട് നോക്കി മാതാവെ കാത്തോളനെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പോരായിട്ട് KG മാർക്കോസ് ചേട്ടൻ പാടി ഇസ്രായേൽ നാഥനായ എന്ന പാട്ട് ഞാൻ ഇടയ്ക്കിടെ മൂളാറുണ്ട്. പക്ഷേ ഞാൻ ക്രിസ്തുമതം സ്വീകരിക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ മുത്തപ്പൻ, എൻ്റെ കൃഷ്ണൻ, എൻ്റെ ശിവൻ, കൂർമ്പക്കാവിലെ തെയ്യങ്ങൾ. ഈശ്വര, ഞാനും സിനിമകളും കല്യാണം കഴിക്കുന്ന ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാവോ? ഏയ്, അതൊന്നും വേണ്ട. കർത്താവിന്റെ സ്വരാണെന്ന് കരുതി ഞാൻ ഞെട്ടി മുകളിലേക്ക് നോക്കി. ഒന്നുമില്ല. ലൈറ്റിന്റെ അടുത്തൊരു പല്ലിരിപ്പുണ്ട്. രക്ഷക്കെത്തിയത് ജോണിച്ചായനാ. മതം മാറ്റമൊന്നല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതൊക്കെ ദൈവവിവരം തമ്മിലായിക്കോട്ടെ. എത്രയും പെട്ടെന്ന് കെട്ട് നടത്തണം. ഇന്ന് വരെ ഇവളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിച്ചു. ഞാൻ ഈ ഒരു ആഗ്രഹത്തിന് തടസ്സം നിന്നൊന്നും വേണ്ട. സിനിമകൾ ഒറ്റ കുതിപ്പിന് ജോണിച്ചായന്റെ കാൽക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കപ്പ, പറ്റിപ്പോയി. ജോണിച്ചായൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അടുത്തിരുത്തി. അപ്പം ദേഷ്യപ്പെട്ടിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സ്നേഹമില്ലായിട്ടല്ല. അപ്പനും അമ്മയ്ക്കും കർത്താവ് തന്ന നിധിയാ നീ. വെയിലത്തും മഴയത്തൊക്കെ കഷ്ടപ്പെടുമ്പോഴൊക്കെ നിന്റെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ അപ്പൻ്റെ ക്ഷീണം മാറും. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. അജിയെ ഇഷ്ടമാണ് നീ പറഞ്ഞിരുന്നെങ്കിൽ ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷേ നിങ്ങളെ ഞാൻ പിരിക്കുമെന്ന് മോൾക്ക് തോന്നിയോ? അപ്പോൾ അത്രയും നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ? ജോണിച്ചായന്റെ ശബ്ദമിടറി. ഈ ബന്ധം കൊണ്ട് എനിക്കുണ്ടാവുന്ന നഷ്ടങ്ങളെക്കാൾ എത്രയോ വലുതാ നിന്റെ സന്തോഷം. അതുമാത്രമേ ഈ അപ്പന് വേണ്ടൂ. സിനിമോൾ ജോണിച്ചായനെയും സിസിലി ചേച്ചിയും കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞു തുടങ്ങി. എന്തിനോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനി ഈ സീനിൽ എനിക്ക് റോളില്ല. ഞാൻ പതിയെ റൂമിലേക്ക് ചെന്ന് കട്ടിലിരുന്നു. അപ്രതീക്ഷിതമായി എന്തൊക്കെയാണ് സംഭവിച്ചത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓർക്കുമ്പോൾ തലവിരിക്കുന്നു. പുറത്ത് സിനിയുടെ കരച്ചിലും ജോണിച്ചായന്റെ സെന്റി ഡയലോഗുകളും പുരോഗമിക്കുകയാണ്. അമ്മ അകത്ത് കടന്ന് ഡോറ് ചാരി. ഒരുവിധം കരക്കടുപ്പിച്ചിട്ടുണ്ട്. അമ്മ ചിരിച്ചു. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ എന്റെ നെറ്റിയിൽ ഒരു ഉമ്മ തന്നു. അച്ഛൻ വഴക്ക് പറഞ്ഞാൽ വിഷമിക്കണ്ട. ഏയ്, അതൊന്നുമില്ല. ഞാൻ ചെയ്തതിന് തല്ലുക വേണ്ടത്. അതൊക്കെ വിട്ടേക്ക്. ഇനി മുന്നോട്ടുള്ള ആലോചിക്കേണ്ട. നിന്റെ അച്ഛമ്മയും ഇളയച്ചനും ബന്ധുക്കളൊക്കെ വാളെടുക്കും. ഇതൊക്കെ അറിഞ്ഞാൽ ആരറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ കൂടെ അമ്മയും അച്ഛനുണ്ടല്ലോ. അമ്മ വാത്സല്യത്തോടെ എൻ്റെ കണ്ണുകൾ തുടച്ചു. താന്തോന്നികളായിട്ട് ജീവിക്കുന്ന ഒരുപാട് മക്കൾ ഈ നാട്ടിലുണ്ട്. പക്ഷെ എൻ്റെ മോൻ അവരെ പോലെയല്ല. ഈ പ്രായത്തിൽ എവിടേക്കെങ്കിലും പോവാനോ എന്തെങ്കിലും ചെയ്യാനോ അച്ഛൻ്റെ അമ്മയുടെ അനുവാദം വാങ്ങിക്കുന്ന ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളെ സങ്കടപ്പെടുത്താൻ നിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? അഞ്ജനയുടെ കാര്യം എന്നോട് പറഞ്ഞ നീ ഇത് പറഞ്ഞില്ലോ എന്നൊരു വിഷമമുണ്ട്. സാരല്ല. ഞാൻ അമ്മയുടെ കവിളൊരു ഉമ്മ കൊടുത്തു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടടാ. നീ വേറെ ഏതെങ്കിലും വ്യക്തിയെ കെട്ടിയാൽ ഞാൻ അവൾ ഇന്നും അടിയായിരിക്കും. സിനിമകളാണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. അതൊരു പാവം കുട്ടിയാ. എനിക്കൊരു യാതൊരു തലവേദനയും ഉണ്ടാവില്ല. അമ്മയുടെ കള്ളച്ചിരി കണ്ടപ്പോൾ അതുവരെ ഹൃദയത്തിൽ ഒഴിയ മാതൃവാത്സല്യത്തിന്റെ ഉറവ ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ കൈ ഉയർത്തി അമ്മയുടെ കവിളിൽ തുടച്ചു. തന്ന ഉമ്മ തിരിച്ചെടുത്തിരിക്കുന്നു. അച്ഛമ്മയേക്കാൾ ഭയങ്കരയുള്ള അമ്മ. ഇതാണല്ലോ ഉള്ളിലിരിപ്പ്. പിന്നല്ലാതെ എന്റെ മനസ്സമാധാനം പോകാൻ ഞാൻ നോക്കണ്ടേ? നീ പെണ്ണിട്ടി അവളുടെ സൈഡിൽ നിൽക്കൂ. അമ്മ ബെഡിലിരുന്നു.
ആരെയും ഇടപെട്ട് അവിടെ മനസ്സ് മാറ്റുമ്പോൾ കല്യാണം നടത്തണം. നിന്റെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ബാങ്കിൽ കുറച്ച് കാശിരിപ്പുണ്ട്. പിന്നെ എൻ്റെ ഒരു മാല തരാം. അത് കൊടുത്ത് നല്ലൊരു താലിമാല വാങ്ങിക്കണം. ഏയ് അതൊന്നും വേണ്ട, അമ്മയുടേത് അമ്മയ്ക്കുള്ള. അയ്യടാ, എൻ്റെ സ്വർണ്ണെടുത്ത് നിന്നെ കെട്ടിക്കാൻ എനിക്ക് വട്ടല്ലേ. ഇത് പണ്ട് നിന്റെ അച്ഛമ്മയുടെ ഞാൻ പൊക്കിയതാ. കളഞ്ഞു പോയെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. അതിട്ടുകൊണ്ട് എനിക്ക് അവിടെ മുമ്പിൽ പോകാൻ പറ്റില്ലല്ലോ. കഷ്ടം. ഞാൻ തലയിലിടിച്ചു. എന്ത് കഷ്ടം? നിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്താ, അല്ലാണ്ട് അവരുടെ പാരമ്പര്യ സ്വത്തൊന്നല്ല. അവർക്ക് മാലയും വളയും എന്തിനാ? ഈ പ്രായത്തിൽ ഇട്ടുകൊണ്ട് നടക്കാൻ സ്വർണ്ണത്തിന്റെ അരഞ്ഞാണം വരെ അവരുടെ ഭർത്താവ് മരിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നിന്റെ അച്ഛൻ്റെ മുതൽ അങ്ങയുടെ ഭാര്യ എനിക്ക് അവകാശപ്പെട്ടതല്ലേ? ഇതേ ഡയലോഗ് നാളെ സിനിമകളും പറയും, ഓർത്തോ. എന്നാൽ രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. പാടാ, എന്തെങ്കിലും കഴിച്ചു കിടന്നു. വാതിൽ തുറക്കവരിങ്ങി അമ്മ എന്തോരം തിരിച്ചു വന്നു. ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടും എവിടെയാണ് താമസിച്ച്? ഹോട്ടൽ മുറിയിൽ. ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ? താലി കെട്ടിയിട്ടാ ഇതൊക്കെ ചെയ്യേണ്ടത്. അതിനെന്താ കുഴപ്പം? ഞാനവളും മുകളിലും താഴേക്ക് കിടന്നു. അയ്യേ, നാണില്ലാത്തവൻ. അമ്മയോടെ പറയുന്നത് ബോധം വേണം. ചോദിക്കുന്നത് മോനോടാണെന്ന ബോധം അമ്മയ്ക്കുണ്ടോ? എന്റെ പൊന്നു മാതശ്രീ, അവളെ എന്റെ മേലല്ലേ കിടന്ന്. അവള് കട്ടിലും ഞാൻ താഴെ തറയിലാണ് കിടന്നെന്നാ ഉദ്ദേശിച്ച്. ഞാൻ കൈകൂപ്പി തൊഴുതു. നമ്മുടെ കവലയിൽ രണ്ടുപേരും അടികൂടുന്നെന്ന് വിചാരിക്കുക. മൂന്നാമതൊരുത്തം ബാലകൃഷ്ണേട്ടന്റെ കടയിൽ നിന്ന് ചായ കുടിക്കുന്നു. പോലീസ് വന്ന് ആ ചായ കുടിച്ചവനെ കൊണ്ടുപോയി തലയിലൊരു കൊലപാതക കേസ് വെച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാവും? ആ അവസ്ഥയിലാമ്മയെ ഞാനിപ്പോ. അമ്മയുടെ ഒന്നും പറയാൻ പറ്റില്ല. ആരോടൊന്നും പറയില്ലെന്ന് വടക്കുന്നതിന് മുമ്പിൽ വെച്ച് തീരുമാനിച്ച. നീ കൂടുതലൊന്നും പറയണ്ട, ഇതൊക്കെ തന്നെ താങ്ങാൻ വയ്യ. അമ്മ കൂളായി വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അവിടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും പോയോ? നല്ല വിശപ്പുണ്ട്. പക്ഷെ അച്ഛനെങ്ങനെ അഭിമുഖീകരിക്കും? 10 മിനിറ്റ് ആ റൂമിൽ തന്നെ ഇരുന്നു. എന്തായാലും ആകെ നാറി. ഇനിയൊന്നും നോക്കാനില്ല. ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. സിനിമകൾ കരഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. സൈലന്റ് മോഡാണ്. അതാണ് കരച്ചിലിന്റെ സൗണ്ട് വരാത്തത്. തിരിച്ചു പോയാലെന്ന് ആലോചിക്കുന്നതിനുള്ളിൽ അമ്മ പ്ലേറ്റിൽ ചോറും കറിയും വിളമ്പി മേശയിൽ വെച്ചു. എവിടെ ഇരിക്കും? ഇച്ചിരി സ്ഥലമുള്ള സിനിമകളുടെ അടുത്താണ്. ഞാനൊരു കസേര അവിടേക്ക് ഇട്ടതും അച്ഛൻ എഴുന്നേറ്റു. ഒരുമിച്ചിരുന്ന് വീട്ടിലെ കല്യാണത്തിന് ശേഷം മതി, എവിടെ വന്നിരിക്കടാ നാറ്റിച്ച്. ഇതിലും നല്ല അച്ഛൻ എന്നെ തല്ലുന്നായിരുന്നു. ഞാൻ ഫുഡും എടുത്ത് അവിടെ പോയിരുന്നു. അച്ഛൻ സിനിമകളുടെ തൊട്ടടുത്ത്. എൻ്റെ അടുത്ത് ജോണിച്ചായനാണ്. മൂപ്പര് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അച്ഛൻ സിനിമകളുടെ പ്ലേറ്റിലേക്ക് മീൻ വറുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നോട് മാത്രമാണ് ദേഷ്യം. സാരമില്ല. വിശപ്പ് കാരണം ഞാൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ വാരി വലിച്ച് കഴിച്ചു. പിന്നെ കൈ കഴുകി റൂമിലേക്ക് ചെന്ന് എൻ്റെ കട്ടിലേക്ക് വീണു. മൊബൈലെടുത്ത് നോക്കിയപ്പോൾ മഹേഷിന്റെ മിസ്ഡ് കോൾ കണ്ടു. ഞാൻ തിരിച്ചു വിളിച്ചു. എത്ര അടി കിട്ടിയടാ? ആകാംക്ഷയോടെയുള്ള ചോദ്യം. അതറിയാണ്ട് നിനക്ക് ഉറക്കല്ല അല്ലേ മഹി? ഇല്ല, പറ. തല്ലിയൊന്നുമില്ലടാ. കെട്ടുവെട്ട് നടക്കും. ഹൈ, കോളടിച്ചല്ലോ. തേങ്ങാക്കുല മഹി. ഇതൊക്കെ എന്റെ തെറ്റായതുകൊണ്ട് ഞാൻ നിന്നെ തെറി വിളിക്കുന്നില്ല. സിനിമോൾക്ക് എന്താടാ കുഴപ്പം? അച്ഛനയുടെ അത്ര ഇല്ലെങ്കിലും സുന്ദരി തന്നെയല്ലേ? അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ച്. മിക്കവാറും നാളെ അച്ഛമ്മ അച്ഛനോട് എത്തും. അവിടെ വായിലിരിക്കുന്ന കേൾക്കണം. കോപ്പ്. വീട്ടുകാർ പച്ചക്കുടി കാട്ടിയ സ്ഥിതിക്ക് ഇനി വലിയ സീനില്ല. ഹാപ്പി ആയിരിക്കണം. ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ജാത്തിലുണ്ടെങ്കിൽ ആർക്കും തടയാൻ പറ്റില്ലല്ലോ. ശരിയെന്നാ ഉറങ്ങിക്കോ. കെട്ടപ്പോഴെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം. പൊളിക്കാം. കോള് കട്ടായി. ഞാൻ കുറച്ചു നേരം കണ്ണടച്ച് കിടന്നു. ഞാനും സിനിയും പ്രണയത്തിലായിരുന്നു എന്ന കഥ നാളെ മുതൽ നാട്ടിൽ പരക്കും. അതോർക്കുമ്പോൾ നല്ല ചമ്മലുണ്ട്. സിനി ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന അടുത്തുള്ള പലർക്കും അറിയാം. അവർക്ക് അതിന് ഇനി മുതൽ വേറെ അർത്ഥം കാണുമല്ലോ. ദൈവമേ, വലതും ഉണ്ടായിട്ടാണ് ഈ പ്രശ്നമില്ല. ഇതൊരുമാതിരി കോപ്പിൽ ഇടപാടായി പോയി. പ്രേമിച്ചത് അഞ്ജനെ, കെട്ടാൻ ശ്രമിച്ചത് അശ്വതിയെ. പക്ഷേ കെട്ടാൻ പോകുന്നത് സിനിമോളെ. ദൈവമേ. മൊബൈൽ വീണ്ടും ശബ്ദിച്ചു. സിനിമോളാണ്. ഹലോ അജിയേട്ടാ. ആ, എന്താ അവിടുത്തെ അവസ്ഥ? മമ്മിയൊരു അടിയാന്ന്, വേറൊന്നും ഉണ്ടായിന്ന്. ഇനി കെട്ടെഴുന്നവർ അങ്ങോട്ട് വരരുതെന്നും പറഞ്ഞു. അജിയേട്ടനോട് ദേഷ്യമുണ്ടോ? ഏയ് ഇല്ല. എനിക്കിപ്പോൾ തോന്നുന്നു ഉണ്ടായ സത്യം തുറന്നു പറയായിരുന്നു എന്ന്. വെറുതെ അജിയേട്ടൻ്റെ ലൈഫ് നശിപ്പിക്കണം. പൊന്ന് സിനി ചതിക്കില്ലേ? ഇപ്പം എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി നീ വല്ലതും വിളിച്ചു പറഞ്ഞാൽ എന്നെ അച്ഛൻ തല്ലിക്കൊല്ലും. അതാവും നടക്കുക. എന്നാലും ഇഷ്ടമില്ലാത്ത പെണ്ണിനെ കെട്ടുകയെന്ന് വെച്ചാ ദേ ഞാൻ വല്ലതും വിളിച്ചു പറയട്ടോ. ഇതൊക്കെ തീരുമാനിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്ന്. അതൊന്നും എനിക്ക് ആ വെഞ്ചാമനെ പോലെ മുടിയുള്ളവനെ കിട്ടാൻ നഷ്ടബോധമുണ്ടോ? അപ്പുറത്ത് മൗനം. ശരിയാ, നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പം ആ തീരുമാനം മാറ്റി. മറ്റുള്ള പെൺപിള്ളേർക്കുള്ളൊക്കെ നിനക്കുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മൊത്തമായി കണ്ടതല്ലേ. എനിക്കിനി നീ മതി. ഇനി അതല്ല, നിനക്കിത് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറ. ഒരിക്കൽ കൂടി ഒളിച്ചോടാം. എന്നിട്ട് ആ കിഴങ്ങിൻ്റെ അടുത്തെത്തിച്ച് ഞാനെങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അജേട്ടാ പ്ലീസ്. പോയി കിടന്നുറങ്ങു വച്ചേ. ഞാൻ കോൾ കട്ട് ചെയ്ത് ഫോൺ മാറ്റി വെച്ചു. ക്ഷീണം കാരണം 5 മിനിറ്റിനുള്ളിൽ ഉറങ്ങിപ്പോയി. അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനും സിനിമയോട് 2 കുട്ടികളെയും കൊണ്ട് കൂർമ്മക്കാവിൽ താലപ്പൊലി കാണാൻ പോകുന്നു. നാട്ടുകാരുടെ മുമ്പിലൂടെ നെഞ്ചു മരിച്ച് നടക്കുമ്പോഴാണ് ആനിൻ്റെ അടുത്ത് കൈ നോക്കി ഫലം പറയുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിച്ച്. നല്ല പരിചയമുള്ള മുഖം. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അഞ്ജന. എന്നെ കണ്ടത് അവൾ തത്തക്കൂട് എടുത്ത് ഓടുന്നു. ആ സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ ഞാൻ മതിമറന്നുറങ്ങി. 2 ദിവസങ്ങൾ കടന്നുപോയി. എന്റെയും സിനിയുടെയും പ്രണയം നാട്ടിൽ പാട്ടാക്കാൻ അമ്മയുടെ കുടുംബശ്രീയിലെ ചേച്ചിമാർ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടു. ബേക്കറി മോഹന്റെ മോനും മരം വെട്ടുകാരൻ ജോണിയുടെയും മോളും വിവാഹിതരാൻ പോകുന്നു എന്ന വാർത്ത ബാലകൃഷ്ണന്റെ ചായക്കടയിൽ ബോണ്ടേക്കാൾ വേഗത്തിൽ വിറ്റഴിഞ്ഞുകൊണ്ടിരുന്നു. പെൺമക്കളുള്ള അച്ഛന്മാർ എന്റെ കാര്യത്തിൽ തീരുമാനമായതുകൊണ്ട് സന്തോഷിച്ചു. ഇനി ശല്യം ഉണ്ടാവില്ലല്ലോ.
സ്ഥിരം കല്യാണം മുടക്കികൾ ഞങ്ങളുടെ മതം പൊക്കിക്കൊണ്ടുവന്നു. അതിനിടയിൽ ഏതോ തെണ്ടി സിനിക്ക് ഞാൻ വയറ്റിലുണ്ടാക്കിയതുകൊണ്ടാണ് ഈ കെട്ട് നടക്കുന്നതെന്ന് വരെ പറഞ്ഞു. ആളെ കിട്ടിയില്ല, ഇല്ലെങ്കിൽ അവനെ ഞാൻ വെള്ളം ഉതപ്പിച്ചേനെ. നാട്ടുകാർ മാത്രമല്ല, ഞങ്ങളുടെ ഇടയിലെ പയ്യന്മാർക്ക് പോലും എന്നെ കാണുമ്പോൾ അർത്ഥം വെച്ചൊരു ചിരി. ഞാൻ കാര്യമാക്കിയില്ല. അമ്മ അച്ഛമ്മയുടെ മാല വിറ്റ് അതിനൊരു താലി പണിത് ബാങ്കിൽ നിന്ന് കാശും എടുത്തു. ഇതൊന്നും പോരായിട്ട് വീട് പെയിന്റ് അടിക്കാൻ പണിക്കാരെ ഏർപ്പാടാക്കി. പ്രതീക്ഷ പോലെ അച്ഛമ്മയുടെ അച്ഛനും പറഞ്ഞെത്തി എതിർപ്പറിയിച്ചെങ്കിലും അച്ഛനും അമ്മയും കട്ടക്ക് നിന്ന് അവരെ കൺവീൻസ് ചെയ്തു. സിനിമകളെ ഹിന്ദുവാക്കണമെന്നായി അച്ഛമ്മ. അതെങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു പെണ്ണിനെ മുസ്ലിമാക്കുന്ന അറിയാം, ക്രിസ്ത്യനാക്കുന്ന അറിയാം, പക്ഷേ ഹിന്ദുവാക്കാൻ പ്രത്യേകിച്ച് കണ്ടീഷൻസ് വല്ലതും ഉണ്ടെന്നതായി കേട്ടിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്നെ ക്രിസ്ത്യാനിയാകാൻ ശ്രമിക്കുന്ന സിസിലി ചേച്ചി ഇതറിഞ്ഞ ഉറഞ്ഞു തുള്ളും. ഒടുക്ക അച്ഛമ്മയുടെ സമാധാനത്തിനു വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന് വെറുതെ വാക്കുകൊടുത്തു. പ്രായമുള്ളവർ കുട്ടികളെ പോലെയാണല്ലോ, അവരുടെ വാശി ഒരിക്കലും വിടില്ല. ഇത്രയും കാലം കൊണ്ടുവരുന്ന വിശ്വാസങ്ങളെ കൈവിട്ട് പുതിയത് സ്വീകരിക്കണമെന്ന് സിനിമകളോട് ഞാൻ പറയില്ല. അവൾക്ക് അവളുടേത്, എനിക്ക് എൻ്റേത്. അത് ദൈവത്തിന് മുമ്പിൽ തെറ്റാണെങ്കിൽ ദൈവം ശിക്ഷിച്ചോട്ടെ. താലപ്പൊലിക്ക് 4 ദിവസം മുമ്പ് കെട്ടിടത്താൻ വീട്ടുകാർ തീരുമാനിച്ചു. ജോണിച്ചായനും സിസിലി ചേച്ചിയും പലയിടത്തും ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നെങ്കിലും മകളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ ആ പാവം മാതാപിതാക്കൾ അതൊക്കെ തരണം ചെയ്തു. വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമാണ് ക്ഷണിച്ചത്. ആരുടെയും വിശ്വാസം വ്രണപ്പെടേണ്ടെന്ന് കരുതി ജോണിച്ചായന്റെ വീട്ടിൽ വെച്ച് ലളിതമായ ഒരു ചടങ്ങിൽ ഒതുക്കാനായിരുന്നു തീരുമാനം. ഞാൻ എല്ലാത്തിനും സമ്മതിച്ച് ഒതുങ്ങിക്കൂടി. സിനിയും ഞാനും എന്നു രാത്രി കുറച്ചേരം ഫോണിൽ സംസാരിക്കുമെന്നല്ലാതെ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ജോണിച്ചായനെയും സിസിലി ചേച്ചിയുടെയും കണ്ണിൽപ്പെടാതെ ഞാൻ മുങ്ങി നടന്നു. അവരെ അഭിമുഖീകരിക്കാൻ ഒരു ചളിപ്പ്. വീട്ടിൽ പെയിന്റ് അടി തകൃതിയായി നടക്കുന്നുണ്ട്. അച്ഛൻ്റെ ഉത്സാഹം കണ്ടാൽ കെട്ട് മൂപ്പരുടെയാണെന്ന് തോന്നിപ്പോകും. ഞാനൊരു മണ്ടനെ പോലെ തലയാട്ടി നിന്നു കൊടുത്തു. കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഉച്ച സമയം. ഞാൻ ബേക്കറിലായിരുന്നു. അച്ഛൻ ലീവാണ്. നടക്കാതെ പോയ ആഗ്രഹങ്ങൾ ഓർത്ത് നെടുവീർപ്പിടുമ്പോഴാണ് ഫോൺ കരഞ്ഞത്. അച്ഛൻ. ഹലോ അച്ഛ. ആ, നീ കടയിലില്ലേ? ശബ്ദത്തിന് പതിവിലധികം ഗൗരവം ഉണ്ടല്ലോ. എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അത്രമാത്രം പറഞ്ഞ് കോള് കെട്ടായി. ചേട്ടാ, ഇതെന്ത് കൂത്ത്? രാവിലെ അവിടുന്നാണല്ലോ വന്ന്. അടുത്ത വയ്യാവലി എന്താണ് മുത്തപ്പ? ഞാൻ ശരവേഗത്തിൽ ബൈക്ക് ഓടിച്ച് വീട്ടിലെത്തി. മുറ്റത്തൊരു ജീപ്പ് കിടക്കുന്നു. ഇതാരാ വിരുന്നുകാർ? അകത്ത് കയറിയപ്പോൾ ജോണിച്ചായനും അച്ഛനും ഇരിക്കുന്നുണ്ട്. സോഫയിൽ ഇരിക്കുന്നവരിൽ ഡാൻസ് മാസ്റ്റർ വിക്രമുണ്ടെന്ന് കണ്ടതോടെ എൻ്റെ അടിവയറ്റിൽ നിന്നൊരു തീകോളം തലച്ചോറിലേക്ക് പാഞ്ഞു കയറി. കൈകാലുകൾ തളരുന്നു. എല്ലാം തീർന്നു. എങ്ങോട്ടെങ്കിലും ഓടിയാലോ എന്ന് ആലോചിക്കുന്നതിൽ ജസ്റ്റിന്റെ അടുത്തിരുന്ന ആൾ എഴുന്നേറ്റു. ഞാൻ സാബു, ഇത് സെലീന, ജസ്റ്റിന്റെ പപ്പയും മമ്മിയാ. അയാൾ ചിരിയോടെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ അറിയാൻ വൈകിപ്പോയി മോനെ. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോടെ കാലമാടാ. ഇതിപ്പോ കല്യാണവും മുടങ്ങും, വീട്ടുകാർ ചവിട്ടിക്കൂട്ടുകയും ചെയ്യും. എന്റെ ജീവിതത്തിൽ എവിടുന്നാണാവോ ഇതുപോലെ വില്ലന്മാര് കൂന് പൊട്ടി മുളക്കുന്ന പോലെ മുളക്കുന്ന? എല്ലാം എന്റെ വിധി. അജിത്ത് എന്നല്ല പേര്? ഞാൻ തലയാട്ടി. അജിത്ത് വരുന്നവരെ ഞങ്ങൾ സംസാരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ സിനി പറഞ്ഞറിയാലോ. പണ്ട് ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു. അന്നത്തെ വിവരക്കേട്, അതിനുള്ള ശിക്ഷ ഇന്നും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും പ്രതികാരം എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്റെ മോൻ കാണിച്ച നെറുകേടറിഞ്ഞപ്പോൾ തകർന്നു പോയി. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ച് അവൻ കളിച്ച് എല്ലാം ഏറ്റുപറഞ്ഞ് ജോഡിയോടും കുടുംബത്തോടും മാപ്പി ചോദിക്കാനാണ് ഞങ്ങൾ വന്ന്. അപ്പോഴാ നിങ്ങളുടെ കല്യാണമാണെന്ന് ഇവർ പറഞ്ഞു. അയാൾ എന്റെ തോളിൽ കൈവച്ചു. അഥവാ ജോണിയനോട് ക്ഷമിക്കുമെങ്കിൽ സിനിയെ ജസ്റ്റിന് കൊടുക്കുമെന്ന് ചോദിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ എടുത്തു നടന്ന കൊച്ചല്ലേ അവള്. ഇവനെ ഒത്തിരി സ്നേഹിച്ചല്ലേ. ഇവനെപ്പോലും ഒരുത്തനെ അവളെ അറിയിക്കുന്നില്ലെന്ന് സത്യം തന്നെയാ. ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്താവുമല്ലോ. പക്ഷെ ഞാൻ വൈകിപ്പോയി. ഏതായാലും കൂട്ടുകാരിക്ക് ചീത്തപ്പേര് കേൾപ്പിക്കാതെ അവള് സ്വീകരിക്കാൻ അജിത്ത് എടുത്ത തീരുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതേ വരൂ. അയാൾ വാച്ചിൽ നോക്കി. പിന്നെ ജോണിച്ചായന്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ പോട്ടെ ജോണി, എന്നെ തല്ലുന്നാ പ്രതീക്ഷിച്ച്. എന്തായാലും നീ ക്ഷമിച്ചല്ലോ, അത് മതി. ഇനി സമാധാനത്തോടെ എനിക്ക് മരിക്കാം. ജോണിച്ചായൻ എഴുന്നേറ്റു. നിന്നോട് വെറുപ്പുണ്ടായിരുന്നു എന്ന് സത്യ സാബു. പക്ഷെ മോൻ കാണിച്ച തെറ്റ് ഏറ്റുപറയാൻ ഇത്രയും ദൂരം ധൈര്യത്തോടെ വന്ന് നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എന്നോട് കർത്താവ് കുറുക്കിയല്ല. ജസ്റ്റിന്റെ മമ്മി കണ്ണുടക്കുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തായാലും സിനിക്കൊച്ചിന്റെ കെട്ടിന് വരും. അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സിനിയും സിസിലി ചേച്ചി അമ്മയും ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുകയാണ്. എനിക്ക് ഓർമ്മ വന്നു. ഇന്ന് എനിക്ക് അവൾക്ക് ഉത്സവം തന്നെ. എയറിൽ നിർത്തിയുള്ള ഇടിയായിരിക്കും. എല്ലാവരുടെ യാത്രയോടെ സ്ഥാപിച്ചാനും കുടുംബം പുറത്തേക്ക് നടന്നു. ജസ്റ്റിൻ പതി അടുത്തെത്തി. നൈസായിട്ട് അവൾ അടിച്ചെടുത്തല്ലേ? എനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. എന്നെക്കാളും ചേട്ടൻ തന്നെ അവൾക്ക് ചേർച്ച. അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ജീപ്പ് അകന്നു പോകുന്ന ശബ്ദം കേട്ടു. ഞാൻ പ്രതികൂട്ടിലെന്ന പോലെ നിൽക്കുകയാണ്. ആരാദ്യം തുടങ്ങിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അച്ഛൻ അടുത്തേക്ക് വന്നു. ചോദ്യം ഉത്തരവൊന്നും ഉണ്ടായില്ല. കാരണത്ത് തന്നെ കിട്ടി ഒരെണ്ണം. ഇതെന്തിനാണെന്നറിയോ? ഞങ്ങളെല്ലാവരെയും വിഡ്ഢികളാക്കിയെന്ന് നീ എന്ത് വിചാരിച്ചു? എല്ലാം ഒളിപ്പിച്ചു വെക്കാന്നോ? എടാ, ഒരു സത്യവാധികാരം കുഴിച്ചിടാൻ പറ്റില്ല. എന്നെങ്കിലും അത് മറന്നീക്ക് പുറത്തു വരും. രണ്ടാമതും കയ്യോങ്ങി അച്ഛനെ ജോണിച്ചായം പിടിച്ചു മാറ്റി. നിങ്ങൾ കാരണം ദേ ഇവനും ഞാനൊക്കെ എത്ര പേരുടെ മുമ്പിൽ ആ നാണം കിട്ടുന്നറിയോടാ. ഈ കല്യാണം നടക്കുന്നതിന് വലിയ എത്ര ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നെങ്കിലും അറിയോ? നിങ്ങളുടെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് വലുത്. ഇത്രയും സ്നേഹിക്കുന്ന ഞങ്ങളെ വഞ്ചിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ? അച്ഛൻ കിതക്കുകയാണ്. അടിക്ക് വലിയ ശക്തിയൊന്നും ഉണ്ടായില്ലെങ്കിലും അച്ഛന്റെ വാക്കിൽ എന്റെ കണ്ണ് നിറച്ചു. വീട് മോഹന. ജോണിച്ചായൻ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സോഫയിലിരുത്തി. പിന്നെ എന്റെ അടുത്തേക്ക് വന്നു.
അടിയാണ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും പുള്ളി എൻ്റെ കയ്യിൽ പിടിച്ചു. നീ ചെയ്ത തെറ്റാണെന്ന് ഞാൻ പറയില്ല ജി. പക്ഷേ നാളെ എപ്പോഴെങ്കിലും നിങ്ങളുടെ വഴക്കിനിടെ ജസ്റ്റിൻ്റെ പേര് കടന്നു വന്ന് അന്ന് ഞങ്ങൾ ഇതൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചിന്തിച്ചു. ജോണിച്ചായ, അതൊന്നും ചിന്തിക്കാനുള്ള സമയവും മാനസികാവസ്ഥ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞാൻ ധൈര്യം സംഭരിച്ച് സംസാരിച്ചു തുടങ്ങി. സിനിമകൾ സുരക്ഷിതമായിട്ട് എറണാകുളത്തേക്ക് എത്തിക്കുന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അത് അവൾക്ക് സ്നേഹിച്ചവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ രണ്ടു കുടുംബം ഒന്നാവാൻ അവൾ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ്. ജസ്റ്റിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണെന്ന് അറിഞ്ഞപ്പോൾ വേറെ വഴിയൊന്നും ഉണ്ടായില്ല. അതാണ് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിയത്. പക്ഷെ ഇന്ന് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. പൂർണ്ണ മനസ്സോടെയാണ് സിനിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച്. ആരെയും വഞ്ചിക്കണമെന്നോ ഒളിപ്പിച്ച് വെക്കണമെന്നോ കരുതിയിട്ടൊന്നുമില്ല. എന്തായാലും ചീത്തപ്പേര് കിട്ടും. ഇനി ആ പെണ്ണിനെ ആരും വലിച്ചുകീറണ്ട, അത് മാത്രമായിരുന്നു മനസ്സിൽ. അതിന് എന്നെ വേണമെങ്കിൽ കൊന്നോ. ഈ ടെൻഷൻ കൊണ്ട് ജീവിച്ച് മടുത്തു. എല്ലാം ശരിയായി എന്നാണ് കരുതിയത്. എവിടെ, എനിക്ക് സമാധാനം വിധിച്ചിട്ടില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും ഞാൻ കരഞ്ഞു. പിന്നെ അവിടെ നിന്നില്ല. വേഗം റൂമിൽ പോയി കമിഴ്ന്ന് കിടന്നു. കണ്ണുനീര് നിലക്കാതെ ഒഴുകുന്നില്ല. എനിക്ക് ജാളിയതൊന്നും തോന്നിയില്ല. ആണുങ്ങൾ കരയില്ലെന്നൊക്കെ ഏതോ മണ്ടൻ പണ്ട് പറഞ്ഞതാ. അനുഭവിക്കുന്നതിനൊക്കെ കരയാനും കൂടി പറ്റിയില്ലെങ്കിൽ അറ്റാക്ക് വന്ന് ചത്തുപോകും. ജീവിതത്തിൽ അടുത്ത ടിസ്റ്റ്, മിക്കവാറും കല്യാണം മുടങ്ങും. ഞങ്ങൾ പ്രണയത്തിലാണെന്ന് കരുതിയാണ് വീട്ടുകാർ സമ്മതിച്ചത്. ഇപ്പൊ കഥ മാറി. ഫാനിൽ കെട്ടി തൂങ്ങിയാലോ? ഉറപ്പുണ്ടാവുമോ? അതോ തലവഴി പൊട്ടി ഫാന് തലയിൽ വീണ് ചാവുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് ആരോ അടുത്ത് വന്നിരുന്നു. ഞാൻ തലയിരിച്ച് നോക്കി. അച്ഛൻ. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. കുറച്ചു നേരം രണ്ടാളൊന്നും മിണ്ടിയില്ല. അച്ഛൻ പതിയെ നേരത്തെ അടിച്ചെടുത്ത് തലയോടി. വേദനിച്ചോടാ? ശാന്തമായ ശബ്ദം. ഞാനില്ലെന്ന് തലയാട്ടി. തന്നോളം വളർന്ന മോനെ തല്ലുന്നത് തെറ്റ് തന്നെയാ. പക്ഷെ നീ എനിക്കിപ്പോഴും കൊച്ചുകുട്ടിയാ. എന്നാലും ക്ഷമിച്ചേക്ക്. പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. നീ കള്ളം പറയുന്ന മാത്രം എനിക്ക് സഹിക്കില്ല. വേണമെന്ന് വെച്ചിട്ടില്ല അച്ഛാ, സോറി. അജി ഒരർത്ഥത്തിൽ നോക്കിയാൽ നീ ഒരു നല്ല കാര്യമാണ് ചെയ്ത്. സിനിമകൾ ഒളിച്ചോടിക്കാരെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ജോഡിയും സിസിലിയും വല്ല കടുങ്കയും ചെയ്തേനെ. അവളെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം നീ ഏറ്റെടുത്തു. പക്ഷെ നിന്റെ അവിടെയും ഭാവി ജീവിതത്തെക്കുറിച്ച് നീ ആലോചിക്കാത്ത എന്താ? ഞാൻ നിന്റെ അമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ കല്യാണം കഴിച്ച്. എല്ലാവരും അങ്ങനെ തന്നെയാ. എന്നാൽ ഇഷ്ടപ്പെടാത്ത സാഹചര്യം കൊണ്ട് മാത്രം ഒന്നിച്ചാ അത് അധിക നാൾ മുന്നോട്ട് പോയില്ലടാ. രണ്ടാൾക്കും ദുഃഖം മാത്രമായിരിക്കും ഫലം. ഇപ്പൊ കണ്ടോ, സാബുവും ജോണിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു. സിനിയെ നിനക്ക് ഇരുന്നില്ല നല്ല ഒരേ മതക്കാരനായ ജസ്റ്റിന് കൊടുക്കുന്നതാണെന്ന് ജോണി ചിന്തിച്ചാ തെറ്റു പറയാൻ പറ്റുമോ? അവളെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയച്ച. ഞാൻ മുഖമുയർത്താ പറഞ്ഞു. വരുമരായികളെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച്. എല്ലാം മറച്ചു വെച്ച് പേടിച്ചിട്ടാ. പിന്നെ ജസ്റ്റിൻ്റെ കാര്യം. അവൻ്റെ ഭാര്യ അവൻ സിനി ഒരിക്കലും സമ്മതിക്കില്ല. ഒത്തിരി സ്നേഹിച്ച് വിശ്വസിച്ച് ഒടുക്കം ചതിക്കപ്പെടുകയായിരുന്നെന്ന് അവൾ നേരിട്ട് അറിഞ്ഞതാ. അവൻ്റെ കരണത്തടിച്ചിറങ്ങിയിരുന്ന അവളുടെ രൂപം ഇപ്പോഴും മനസ്സിലുണ്ട്. രണ്ടാമതൊരവസരം കൊടുക്കാൻ മാത്രം വിട്ടിയല്ല അവള്. ഞങ്ങളുടെ വിധിയുമായിട്ട് പൊരുത്തപ്പെടാനുള്ള തയ്യാറെടുപ്പിനിടെ ഇങ്ങനൊരു പരീക്ഷണം പ്രതീക്ഷിച്ചില്ല. സാരല്ല അച്ഛാ, എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. ഇനി എന്ത് തീരുമാനിക്കാൻ? നീ തന്നെ അവളെ കിട്ടും. അച്ഛൻ പറയുന്ന കേട്ടപ്പോൾ ഞാൻ ആശ്ചര്യത്തോടെ മുഖമുയർത്തി നോക്കി. അതേടാ, ഈ കള്ളക്കഥ സത്യമായി തന്നെ ഇരുന്നോട്ടെ. സിസിലി നിന്റെ അമ്മയെ ഒരിക്കലും ഇതറിയണ്ട. ജസ്റ്റിനും സിനിയും തമ്മിലുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് ആരോടൊന്നും മിണ്ടരുതെന്ന് ജോണി കുറച്ചു മുമ്പ് സാബുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ വന്ന തൽക്കാലം സിനിമകളും അറിയണ്ട. വെറുതെ അതിന്റെ സമാധാനം കളഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഞാൻ സന്തോഷത്തോടെ അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ചു. അവന്റെ പേരും പറഞ്ഞ് ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. ഇല്ല അച്ഛാ, സത്യം. എങ്കിലും ജസ്റ്റിൻ എന്നൊരാൾ അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്നതിനെ മറന്നേക്ക്. ഞാൻ പുഞ്ചിരിച്ചു. അവളുടെ പ്രണയത്തിന്റെ പേരും പറഞ്ഞ് നോക്കിയാൽ മാത്രം വിവരമില്ലാത്തവരൊന്നല്ല ഞാൻ. സിനിയുടെ അവസ്ഥ എന്താണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞങ്ങൾ വഴക്കില്ലെന്നൊന്നും ഞാൻ അച്ഛന് വാക്കുതരില്ല. പക്ഷേ അതൊരിക്കലും ആ ചപ്രത്തലേന്റെ പേരിലായിരിക്കില്ല, വിശ്വസിക്കാം. അച്ഛൻ ചിരിച്ചുകൊണ്ട് എൻ്റെ കവിളിൽ ഉമ്മ വെച്ച് പിന്നെ എഴുന്നേറ്റു. മഹി വരില്ലേടാ? നാട്ടിൽ ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അച്ഛനെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാത്ത. ഞാൻ പിടിച്ചു വിഴുങ്ങൊന്നുമില്ല. അവനോട് വരാൻ പറ. ഇനി ആ 2 ദിവസമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അച്ഛൻ പുറത്തേക്ക് നടന്നു. അങ്ങനെ പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ സിനിമയുടെ കഴുത്തിൽ താലി കെട്ടി. അച്ഛമ്മയുടെ ഇളയച്ഛൻ്റെയും മുഖത്തെ തെളിച്ച കുറവൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. ജസ്റ്റിന്റെ പപ്പയും മമ്മിയും കല്യാണത്തിന് വന്നിരുന്നു. അവൻ വരാഞ്ഞത് ഭാഗ്യം. വെറുതെ സിനിമയുടെ മൂഡ് പോകും. ജസ്റ്റിനെ കുറിച്ചൊന്നും സംസാരിക്കാതെ അവർ രണ്ട് സിനിയെ ആശീർവദിച്ച് തിരിച്ചുപോയി. അവള് ഹാപ്പി. മായി എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ആശ്വാസത്തിൽ ഒരു മൂലയിലിരിക്കായിരുന്നു. എൻ്റെ അടുത്തേക്ക് അമ്മ വന്നു. കുടിക്കാൻ വെള്ളം വല്ലതും വേണോടാ? ഇപ്പൊ ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ, ഇനി വീട്ടിൽ ചെന്നിട്ടാവും. പറയുന്ന കേട്ടാ തോന്നും 10-50 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന്. ഈ മതിലിന്റെ അപ്പുറമല്ലേ? അമ്മേൻ്റെ അടുത്തിരുന്നു. അമ്മ ഹാപ്പി അല്ലേ? പിന്നല്ലാണ്ട്. എനിക്കത് മതി. സന്തോഷം മാത്രല്ലടാ, അഭിമാനം തോന്നുക. വേറൊരുത്തിനെ സ്നേഹിച്ച പെണ്ണിനെ അവൾ നാണം കിടുന്ന അവസ്ഥ വന്നപ്പോൾ ചേർത്ത് പിടിക്കുകയും അവളുടെ കാമുകനായിട്ട് അഭിനയിച്ചു കൊടുക്കുക അവളെ കെട്ടുകയും ചെയ്തില്ലേ? നീ സൂപ്പറാടാ. ഞാൻ ഞെട്ടി. കൊഴിച്ചു മൂടാൻ എന്നെ ഏൽപ്പിച്ച സത്യം ആരോ തോണ്ടിയെടുത്ത് അമ്മക്ക് കൊടുത്തിരിക്കുന്നു. ഞാനെങ്ങനെ അറിഞ്ഞെന്നാണ് നീ ആലോചിക്കുന്നത്? ദിവ്യ ദൃഷ്ടിയൊന്നല്ല, നിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞു. എൻ്റെ അടുത്തുനിന്ന് ഒന്നും ഒളിപ്പിക്കാൻ അങ്ങേർക്ക് പറ്റില്ല. ദുഷ്ടൻ. എന്നോട് എന്തൊക്കെയാ ഡയലോഗ് അടിച്ച്? സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാടാ. എന്നോട് ഇത് പറയായിട്ട് മൂപ്പരിക്ക് ഉറക്കം കിട്ടിയില്ല. ഒരു തരം വീർപ്പ് മുട്ടൽ. ഒടുക്കം കുമ്പസാരം നടത്തി.
ചിരി ദേഷ്യമൊക്കെ എനിക്ക് തോന്നിയതാ. പിന്നെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ നീ ചെയ്താൽ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ജോണിച്ചായനും സ്നേഹമുള്ള ഭർത്താവാണേ. സിസിലി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടാവോ? ഇനിയിപ്പോൾ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, കല്യാണം കഴിഞ്ഞില്ലേ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അമ്മേ. എന്താടാ? ഐ ലവ് യു അമ്മേ. ഒന്ന് പോച്ചക്ക. വേദനിപ്പിക്കാതെ ഒന്ന് അടിച്ചിട്ട് അമ്മ തിരക്കുകൾക്കിടയിലേക്ക് മടങ്ങി. ആ വർഷം കൂർമ്മക്കാവിലെ താലപ്പൊലിക്ക് ആളുകൾ നോക്കുന്ന തെയ്യങ്ങളെയല്ല, അച്ചായത്തി പെണ്ണിനെ കിട്ടിയ ബേക്കറി മോഹന്റെ മകനെയാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ സിനിയുടെ കൈയും പിടിച്ച് നെഞ്ചും വിരിച്ച് നടന്നു. സ്വപ്നത്തിൽ കണ്ട കൈനോട്ടക്കാരി ആലിൻചോട്ടിൽ തന്നെയുണ്ട്. പക്ഷേ അവർക്ക് അഞ്ജനയുടെ മുഖമല്ലായിരുന്നു. കാരണം എൻ്റെ കല്യാണ ദിവസം തന്നെയാണ് അവൾ രണ്ടാമത് പ്രസവിച്ച്. എന്താലേ. നാളുകൾ പിന്നെയും കടന്നുപോയി. സിനിമകളിൽ കാണും പോലെ വലിയ അത്ഭുതങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല. പഠിച്ച കോഴ്സുമായി യാതൊരു ബന്ധമില്ലാത്ത ബേക്കറി ഫീൽഡിലേക്ക് സിനി ഇറങ്ങി. അവൾക്കെന്തോ അത് ഇഷ്ടപ്പെട്ട പോലെ. രാവിലെ ഞങ്ങൾ രണ്ടാളും കടയിലേക്ക് പോകും, രാത്രി ഒരുമിച്ച് തിരിച്ചു വരും. ഇത് കണ്ട അച്ഛൻ ബേക്കറിയുടെ തൊട്ടടുത്ത റൂം വാടക എടുത്ത് ഒരു കൂൾബാധ തുടങ്ങി. അതോടെ ഉത്തരവാദിത്തങ്ങൾ കൂടി. ഞായറാഴ്ച ഇച്ചിരി പോർക്കോ ബീഫോ നിർബന്ധമാണെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സിനി എന്നെയും കൊണ്ട് സ്വന്തം വീട്ടിൽ പോകും. ഉച്ചഭക്ഷണം അവിടെയായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രണയ ജോഡികളായി തകർക്കുന്ന ഞങ്ങൾക്കിടയിൽ ആ വികാരം കടന്നെത്താൻ പിന്നെയും കുറേ നാളുകൾ വേണ്ടി വന്നു. പക്ഷെ അത് വന്നപ്പോഴാണ് ഞാൻ കിട്ടിയ പെണ്ണാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരി എന്ന് എനിക്ക് മനസ്സിലായത്. ഒരിക്കൽ പോലും ജസ്റ്റിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ വഴക്കിട്ടില്ല. അവൻ ഡാൻസ് നിർത്തി പ്രാങ്ക് വീഡിയോസ് തുടങ്ങിയതും ഏതോ ചേച്ചിയെ പ്രാങ്ക് ചെയ്യാൻ പോയി അവനും ഭർത്താവ് എടുത്തിട്ട് ഇറക്കുന്നതും വൈറലായിരുന്നു. അതുപോലെ അഞ്ജനയും അമ്മായിയമ്മയും തമ്മിൽ അടിയുണ്ടായി. അവൾ അവരെ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് എറിഞ്ഞ് പരിക്കേൽപ്പിച്ച് വീട്ടിലേക്ക് വന്നെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ആശ്വാസത്തോടെ സ്വന്തം തലയിൽ തലോടുന്നു. പിന്നെ സിനിമകളെ കൊഞ്ചിക്കുന്നത് ഞാൻ കണ്ടു. രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം ആ മുഖത്ത് കാണാം. അല്ലെങ്കിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നതല്ല, ദൈവം വിധിക്കുന്നതല്ലേ നടക്കൂ. ഒരു വീട്ടിൽ തന്നെ വിളക്ക് വെച്ച് മുത്തപ്പനെയും മുട്ടിൽ നിന്ന് കർത്താവിനെയും പ്രാർത്ഥിക്കുന്ന മനുഷ്യർ. ഇതും ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കും. പുതിയ ടെസ്റ്റുകൾക്കായി കാത്തുകൊണ്ട് ഞാനും സിനിമകളും ഞങ്ങളുടെ കുടുംബവും. ഇനി ഇതിനൊരു തുടർച്ച ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒത്തിരി പേര് കഥകൾ കേൾക്കുന്നുണ്ട്. പഴയ പോലെ പണ്ട് കഥ കേട്ട് നിർത്തിയിരുന്ന ഒത്തിരി പേര് വീണ്ടും കഥ കേൾക്കാൻ തുടങ്ങി. അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ തുടങ്ങി. ഭയങ്കര സന്തോഷം. കാരണം എന്നെ സംബന്ധിച്ച് എന്നേക്കാൾ കൂടുതൽ സന്തോഷം എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ എഴുത്തുകാരിക്കായിരിക്കും. ഈ അടുത്തായിട്ട് നമ്മൾ പുതിയ കുറേ എഴുത്തുകാരികളുടെ കഥകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ വന്ന കമൻറ്റുകൾ അവരെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട്. വീണ്ടും മനോഹരമായ എഴുത്തുകൾ എഴുതാൻ അവർക്ക് പ്രചോദനമാവുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ്. പലരും കമൻറ്റുകളിൽ എഴുത്തുകാരുടെ അല്ലെങ്കിൽ എഴുത്തുകാരികളുടെ പേരെടുത്ത് പറഞ്ഞ് അവർ അഭിനന്ദിക്കുന്ന കണ്ടു. അപ്പോൾ ഈ അടുത്ത് ഒരു എഴുത്തുകാരി കരഞ്ഞിട്ടാണ് എനിക്കൊരു വോയിസ് അയച്ചിരുന്നു. കാരണം അവർ ആദ്യമായിട്ടാണ് അഭിനന്ദനം. കാരണം അവരെഴുതുന്ന കഥകൾ നീ എന്തിനാ സമയം കളയുന്നത് എന്നുള്ള ചിന്താഗതിയായിരുന്നു അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന പലർക്കും. പക്ഷേ നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തപ്പോൾ ഒത്തിരി പേര് മനോഹരമായി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടായിരുന്നു എനിക്ക് വോയിസ് അയച്ചത്. അപ്പോൾ നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് സംബന്ധിച്ച് വെറും വരികളായിരിക്കാം. പക്ഷേ അവിടെ ആ വരികളിലൂടെ ജനിക്കുന്നത് ഒരുപക്ഷെ ഒരു മികച്ച എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ ആക്കാം. ഒരാളുടെ കണ്ണുകൾ നിറക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഒത്തിരി സന്തോഷം.